മരിച്ച ദീപക്കും വീഡിയോ ചിത്രീകരിച്ച ഷിംജിതയും സഞ്ചരിച്ച ആ ബസ്സിലെ CCTV ദൃശ്യങ്ങളാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ ഇന്ന് പോലീസ് ശേഖരിച്ചു എന്ന വാർത്തയായിരുന്നു രാവിലെ മുതൽ കേട്ടത്. കഴിഞ്ഞ ദിവസം ദീപകിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. ആ നിമിഷം മുതൽ ഈ സമയം വരെ ഷിംജിത ഒളിവിലാണ്. എവിടെയെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഈ ഘട്ടത്തിലാണ് നിർണായകമായ ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. 100% തറപ്പിച്ചു പറയുന്നു, അതിൽ ദീപകിന്റെ ഭാഗത്ത് ഒരണുവിട പോലും തെറ്റില്ല എന്നുള്ളത്. ഇതിനോടകം തന്നെ ദീപകിനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ദീപകിന്റെ സുഹൃത്തടക്കം പറയുന്ന വിഷയങ്ങൾ, കുടുംബം പറയുന്ന കാര്യങ്ങൾ എവരുടെയും നെഞ്ചുലയ്ക്കുന്നതാണ്, ഈർണണിയിക്കുന്നതാണ്. ആ കുടുംബത്തെ അനാഥമാക്കിയ ഷിംജിതയ്ക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പൊതുമണ്ഡലം ആവശ്യപ്പെടുന്നത്. ഇതുകൂടാതെ തന്നെ ദീപകിനൊപ്പം ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരി ഏറെ വികാരഭരിതമായൊരു കുറിപ്പടക്കം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം കരുണയുള്ളവനാണ്, സഹജീവി സ്നേഹമുള്ളവനാണ് ദീപക് എന്നുള്ളത്. അങ്ങനെ ഒരു മനുഷ്യനെയാണ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഷിംജിത കൊലയ്ക്ക് കൊടുത്തിരിക്കുന്നത്. രാമന്തളിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു അല്ലമീൻ എന്ന ബസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഷിംജിതയ്ക്ക് എതിരെ ദീപക് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചിത്രീകരിച്ചത്. ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറയാൻ സാധിക്കും, ഒരു തരത്തിലുമുള്ള അതിക്രമം ദീപക് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ യുവതി പറയുന്നു, തന്നോട് മോശമായി പെരുമാറി, സെക്ഷൽ അസാൾട്ടാണ് തനിക്ക് നേരെ നടന്നിട്ടുള്ളത്, ഇതിനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ, ചെറുപ്പക്കാരൻ്റെ വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലാവാൻ വേണ്ടി മനഃപൂർവ്വമായി പങ്കുവച്ചു എന്നുള്ള കാര്യത്തിന്, ആ ഒരു ആരോപണത്തിന് കൂടുതൽ ബലം പകരുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 12:40 രാമന്തളിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന ഈ സ്വകാര്യ ബസ്സിൽ ഇരുവരും യാത്ര ചെയ്തത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് ഇരുവരും ഒരുമിച്ചാണ് ബസ്സിൽ കയറുന്നത്. CCTV ദൃശ്യത്തിൽ കൃത്യമായി അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യം ഷിംജിത കയറി. 1 മിനിറ്റ് സമയം കഴിഞ്ഞാണ് ബസ് വിടാൻ തുടങ്ങാൻ നേരത്താണ് ദീപക് ബസ്സിനകത്തേക്ക് ഓടിക്കയറുന്നത്. മുന്നിലെ ഡോറിലൂടെയാണ് ഇരുവരും കയറിയത്. കയറി വരുന്ന ദീപകിനെ കണ്ടക്ടർ ഉള്ളിലേക്ക് പറഞ്ഞയക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല തിരക്കുള്ള ബസ്സാണെന്നുള്ളത് ആ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും വ്യക്തമാകും. അത് മുൻപത്തെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. ബസ്സിലെ മുന്നിലുണ്ടായിരുന്ന CCTV ക്യാമറയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാരോട് പോലീസും മാധ്യമപ്രവർത്തകരും ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇങ്ങനെ ഒരു സംഭവം, അത് അങ്ങനെ ഒരു ബസ്സിൽ നടന്നിട്ട് നിങ്ങൾ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏവരും ഉന്നയിച്ച ചോദ്യം. ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് തങ്ങൾ പോലും ഈ സംഭവം അറിഞ്ഞതെന്നാണ് ബസ്സിലെ ജീവനക്കാർ പറയുന്നത്. അന്നേ ദിവസം ഇങ്ങനെ ഒരു സംഭവം നടന്നതായി ആർക്കും തന്നെ ഒരു ബോധ്യമില്ലായിരുന്നു. ബസ്സിലെ യാത്രക്കാരോ അതല്ലെങ്കിൽ ഈ പെൺകുട്ടിയോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള പരാതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ തനിക്ക് നേരെ അങ്ങനെ ഒരു നീക്കമുണ്ടായി, തന്നെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ഒരു ചെറുപ്പക്കാരൻ നടത്തിയെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് ബസ്സിലെ ജീവനക്കാരോട്, കണ്ടക്ടറോടോ ഡ്രൈവറോടോ പരാതിപ്പെട്ടില്ല? അതല്ല എങ്കിൽ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടില്ല? ഇതൊന്നുമല്ലാതെ ആ ചെറുപ്പക്കാരനെ മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്തുക, വൈറലാകാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി വീഡിയോ ചിത്രീകരിക്കുന്നു. അത് അനുവാദം പോലും കൂടാതെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് വൈറലാകുന്നു. അന്നേ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നു ബസ്സിലെ ജീവനക്കാർ. ഒരുപക്ഷെ ആരെങ്കിലും പരാതി പറഞ്ഞിരുന്നെങ്കിൽ പോലീസിനെ ഉറപ്പായും തങ്ങൾ തന്നെ അറിയിക്കുമായിരുന്നു. കാര്യം ബസ്സിൽ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ടിപ്പോൾ ഒരു ബസ്സിൽ വെച്ചും ഒരു തരത്തിലുള്ള ലൈംഗിക അതിക്രമവും കേരളത്തിൽ കാട്ടാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ കയ്യോടെ തന്നെ പിടികൂടാനായി സാധിക്കും. പയ്യന്നൂർ രാമന്തളി റൂട്ടിൽ സർവീസ് നടത്തുന്ന അല്ലമീൻ എന്ന ബസ്സിലാണ് ഇത്രയും സംഭവങ്ങൾ നടന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ച് അന്വേഷിക്കുന്നുണ്ട്. ദീപകനും ഷിംജിത മുസ്തഫയും ബസ്സിൽ കയറുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞു. ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഷിംജിത പോസ്റ്റ് ചെയ്തിട്ടുള്ള ദൃശ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ വീണ്ടെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അതിൽ ചില ഭാഗങ്ങൾ അത് എഡിറ്റ് ചെയ്ത് ചേർത്തതാണ് എന്നുള്ള ആരോപണം ബലപ്പെടുന്നുണ്ട്. മുഴുവൻ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് യുവതിയെ വെല്ലുവിളിച്ചുകൊണ്ട് നിരവധി ആളുകൾ, സമൂഹമാധ്യമ ഇൻഫ്ലുവൻസർമാരൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്തായിരുന്നാലും പോസ്റ്റ് മുക്കി അക്കൗണ്ടുകളൊക്കെ പൂട്ടി യുവതി നാട് വിട്ടു എന്നാണ് കരുതുന്നത്. യുവതി നിലവിൽ വിദേശത്ത് പോയിരിക്കുന്നു എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. കേസെടുത്തതിന് തൊട്ട് പുറകെയാണ് യുവതി കടന്നു കളഞ്ഞത്.
നേരത്തെ ദുബായിലായിരുന്നു യുവതി ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും 2 വീഡിയോകളാണ് ദീപക്കിനെതിരെ യുവതി പങ്കുവച്ചത്. രണ്ടും എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്നാണ് പോലീസ് പറയുന്നത്. കേസെടുത്തതിന് പിന്നാലെ തന്നെ മുങ്ങിയ ഷിംജിതയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. മരിച്ച ഗോവിന്ദപുരം കൊളങ്ങരക്കണ്ടി ദീപക്കിന്റെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി യുവതിക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തത്. ദീപകിന്റെ മരണത്തിന് പിന്നാലെയാണ് കുടുംബം യുവതിക്കെതിരെ മുഖ്യമന്ത്രിക്കും അതുപോലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തത്. യുവതിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസും എടുത്തത്. പിന്നാലെ യുവതിയെ കാണുവാനില്ല. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയും മുൻ പഞ്ചായത്ത് അംഗവുമായിരുന്നു ഷിംജിത മുസഫ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് BNS 108 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് ഭയന്നുകൊണ്ട് അകത്താകുമെന്ന് ഭയന്നാണ് യുവതി വിദേശത്തേക്ക് കടന്നതെന്നാണ് ഇപ്പോൾ സംശയം ഉയരുന്നത്. എന്തായിരുന്നാലും ഈ സ്ത്രീയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചാൽ മാത്രമേ സംഭവത്തിന് കൂടുതൽ തെളിവുകൾ ലഭിക്കൂ. ഫോണിലെ വീഡിയോ നശിപ്പിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. ഇവർക്കെതിരെ എന്തായിരുന്നാലും ഇനി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനും ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും മൊഴിയെടുക്കാനും പോലീസ് ആലോചന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭഘട്ടം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ബസ്സിൽ തനിക്ക് നേരെ ദീപക് ലൈംഗികാതിക്രമം നടത്തി എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യുവാവ് മനോവിഷമം മൂലം ജീവനൊടുക്കിയത്. ഷിംജിത ബസ്സിൽ വെച്ചെടുത്ത ആ വീഡിയോ അത് എഡിറ്റ് ചെയ്ത് തനിക്ക് ഉതകുന്ന രീതിയിൽ പ്രചരിപ്പിച്ച് ഏറെ വൈറലാക്കി. ദുരുദ്ദേശത്തോടെ ദീപക് തന്നെ തൊട്ടുവന്നു ഷിംജിത ആരോപിക്കുന്നു. ആ വീഡിയോ മൂലമുണ്ടായ മനോവ്യഥ അത് കാരണമാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരേ സ്വരത്തിൽ പറയുന്നത്. കാര്യം അങ്ങനെ ഒരു മനുഷ്യനല്ല ആ ചെറുപ്പക്കാരൻ. ആരോടും ഒരു ഉപദ്രവം ചെയ്യുന്നവനല്ല, മോശമായ ആരോടും പെരുമാറുന്നവനല്ല. അമ്മയോടും അച്ഛനോടും അത്രയധികം സ്നേഹമുള്ള ഒരു മകനായിരുന്നു ദീപക്. ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് ദീപകിന്റെ മാതാപിതാക്കൾ സിറ്റി പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി കൊടുത്തത്. അങ്ങനെയാണ് കേസെടുത്തത്. അസ്വാഭാവിക മരണത്തിന് ഞായറാഴ്ച തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം പൊതുമണ്ഡലത്തിൽ യുവതിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. കലാപാഹ്വാനമടക്കം യുവതിക്ക് നേരെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ ബലാത്സംഗ ആഹ്വാനം നടത്തുകയാണ് ഒരു BJP പ്രവർത്തകൻ. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്നും NDയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അജയ് മാരാരാണ് ബലാത്സംഗ ആഹ്വാനം നടത്തുന്നത്. ഒരു വീഡിയോയിലൂടെ തന്നെയാണ് ഇയാൾ ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയത്. യുവതിയെ പിന്തുണച്ചവർക്കെതിരെയും ഇയാൾ മോശം പരാമർശങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. പീഡന കേസിൽ ജയിലിൽ പോയാൽ എന്തിനാണ് പേടിക്കുന്നതെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. സന്മനസ്സുള്ള നമ്മുടെ സർക്കാർ എന്ത് കേസിൽ ജയിലിൽ പോയാലും 620 രൂപ വെച്ച് നൽകുമെന്നുള്ള പരിഹാസവും ഉയർത്തുന്നുണ്ട്. ഇയാൾ ജയിൽ പുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ച നടപടിയടക്കം പരിഹസിക്കുന്നുണ്ട്. ഇത്തരം ദുരനുഭവങ്ങൾ ആണുങ്ങൾ ഇനിയും നേരിടേണ്ടി വരും. മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപരാധം പറയുന്നവരെ നേരെ ചെന്ന് ബലാത്സംഗം ചെയ്യണമെന്നാണ് ഇയാൾ ആഹ്വാനം ചെയ്യുന്നത്.